LDF സർക്കാരിന്റെ കാലത്ത് ഗുണപരമായ മാറ്റങ്ങളാണ് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അത് ചിലരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചെറുവാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർണയ പദ്ധതിയിലൂടെ സർക്കാർ ആശുപത്രികളിലെ ലബോറട്ടറികളെയെല്ലാം ബന്ധിപ്പിച്ച് ലാബ് നെറ്റ്വർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതാത് ആശുപത്രികളിൽ ചെയ്യാൻ സാധിക്കുന്ന പരിശോധനകൾ അവിടെ തന്നെ നടത്തുന്നതിനൊപ്പം വിശദ പരിശോധന ആവശ്യമെങ്കിൽ സാമ്പിൾ ഉയർന്ന ലാബിലേക്ക് അയച്ച് പരിശോധനാ ഫലം രോഗിയുടെ ഫോണിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതിയെന്നും വീണ ജോർജ് പറഞ്ഞു. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു ആൾ ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഈ ലാബ് പരിശോധന ഇടയ്ക്കിടയ്ക്ക് ചില പരിശോധനകൾ അവർക്ക് നടത്തേണ്ടതായിട്ട് വരും തുടർച്ചയായിട്ട്. അപ്പോൾ പലപ്പോഴും സ്വകാര്യ മേഖലയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ലാബിൽ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കാം. 86-ലധികം പരിശോധനകൾ ഇവിടെ നടത്താം. 131ഓളം പരിശോധനകൾ പൊതുവിൽ നടത്തുന്നതിന് വേണ്ടി ഈ സാമ്പിൾ ഇവിടെ അത് കഴിയില്ലെങ്കിൽ ഹയർ ലാബിലേക്ക് അയച്ച് അതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ആ ഫോണിലേക്ക് റിസൾട്ട് വരും. രണ്ടാണ് ഗുണം. ഒന്ന്, പല ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒന്ന്, നമുക്ക് സാമ്പത്തികമായി വലിയ പ്രശ്നം ഉണ്ടാകാതെ ഒന്നുകിൽ സൗജന്യമായിട്ടുള്ളത് സൗജന്യമായി ആ സ്കീമുകളിലൊക്കെ ഉള്ളവരും, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ. രണ്ട്, നമ്മളുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കും. ദൂരേക്ക് പോയി മറ്റ് ലാബുകളിൽ പോയി എടുത്ത് കൊടുക്കേണ്ട നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ലാബിലെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. KP മോഹൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ഡോക്ടർ KJ റീന, ഡോക്ടർ M പീയൂഷ്, UP ശോഭ, P ഷൈറീന, ഉഷാർ ഐരോത്ത്, VP ശാന്ത, T ദാമോദരൻ, TK ദീപ, മുഹമ്മദ് ഫായിസ് അരുൾ, CP ബിജോയ്, N റീന, ഡോക്ടർ TS ശ്രീദേവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. NHMRO പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.9 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിനു പുറമെ 37.5 ലക്ഷം രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യ വികസനവും നടത്തി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.